2025 ഇരുന്നിട്ട് ഒരു സിനിമ കാണുന്നു. ആ സിനിമയ്ക്ക് 80സിലും 90സിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട ഫാമിലി ഡ്രാമകളുടെ ഫുൾ ഫ്ലേവർ വന്നാൽ എങ്ങനെയിരിക്കും? അതായത് ആ ഫാമിലി വാല്യൂസ്, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ് ഇനി എന്തൊക്കെ ഇതിൽ സ്റ്റഫ് ചെയ്യാമോ എല്ലാം സ്റ്റഫ് ചെയ്ത പോലത്തെ ഒരു സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പറ്റി. അതാണ് ലേറ്റസ്റ്റ് തമിഴ് റിലീസായിട്ടുള്ള മാമൻ. അപ്പോൾ മാമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? സൂരി ആണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പാണ്ഡ്യരാജാണ്. അപ്പോൾ സൂര്യ തന്നെയാണ് ഇതിൽ മെയിൻ ലീഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൂര്യയുടെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത് സ്വാസികയാണ്. സ്വാസികയ്ക്ക് ഒരു മകനുണ്ട്, ചെറിയ കുട്ടി. ഈ കുട്ടിയും സൂര്യയുമായിട്ടുള്ള, അതായത് മാമനും മരുമകനും തമ്മിലുള്ള ഓവർ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഈ സിനിമയുടെ തീം. അപ്പോൾ ഇതിലിനി കൊണ്ടുവരാൻ ഒന്നും, പഴയ സിനിമ ഒന്നും ബാക്കിയില്ല. നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫാമിലികളിൽ നടക്കുന്ന എല്ലാ ഡ്രാമകളും, ഇമോഷണൽ ഡ്രാമകളും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബോറാണ് കണ്ടിരിക്കാനായിട്ട്. ഇതിലൊരു നല്ലൊരു സംഭവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2 ഹീറോയിൻസാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതായത് മെയിൻ അത്യാവശ്യം നല്ല ഒരു ലീഡ് റോൾസ് തന്നെയാണ്. ഒന്ന് നമ്മുടെ സ്വാസിക, 2 ഐശ്വര്യലക്ഷ്മി. അപ്പോൾ സ്വാസികയുടെ കാര്യം പറയുകയാണെങ്കിൽ, സ്വാസികനെ ഞാൻ കുറച്ച് നാളായിട്ട് ഒബ്സർവ് ചെയ്യണം. സ്വാസികയുടെ ബോഡി ലാംഗ്വേജും അതുപോലെ തന്നെ റോ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും അത്യാവശ്യം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് നല്ല ഫിറ്റായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഈ സിനിമയിലും നല്ല അഭിനയം തന്നെയാണ്. അപ്പോൾ ഐശ്വര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഐശ്വര്യയുടെ ഫേസും ബോഡി ലാംഗ്വേജും ഇതിന് നേരെ ഉൾട്ടിയായിട്ടാണ് തമിഴ് സിനിമകളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കാണുന്നത്. സൂര്യയുടെ പെയറാണ്. എനിക്കെന്തോ എനിക്കൊരു മിസ്മാച്ച് ആയിട്ടാണ് തോന്നിയത്. അഭിനയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും എവിടേക്കും ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ സീ5യിൽ പോയിട്ട് ഈ സിനിമ കാണാം. പിന്നെ ഇങ്ങനത്തെ സിനിമകൾക്കും ഓഡിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ഓഡിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ഈ സിനിമ ഒരു ഫീസ്റ്റ് ആയിരിക്കും.